ഇന്ന് കേരളത്തെ നടുക്കിയ മറ്റൊരു സംഭവം ഇടുക്കിയിലെ കാട്ടാന ആക്രമണമാണ്. ഈ സംഭവത്തിന് ശേഷം പരസ്പരം പോർവിളിക്കുകയാണ് UDF CPM പ്രവർത്തകർ എന്നാണ് അതിലേറെ നമ്മളെ നാണിപ്പിക്കുന്ന ഒരു കാര്യം. PJ ജോസഫ് MLA എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് CPM-ന്റെ മുദ്രാവാക്യം. പ്രവർത്തകർ മോർച്ചറിക്ക് മുന്നിൽ ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. വണ്ണപുറം പഞ്ചായത്തിൽ LDF-ഉം NDA-യും നാളെ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. JS രാജുവിന്റെ വിവരങ്ങളായി ജെയിൻ. 21 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. അതൊരു രാഷ്ട്രീയ വൈര്യം തീർക്കാനുള്ള ഒരു വേദിയാക്കി ദയവായി രാഷ്ട്രീയ പാർട്ടികൾ മാറ്റാതിരിക്കട്ടെ. ഇത്രയേറെ സംഭവങ്ങളുണ്ടായിട്ടും വേണ്ട മുൻകരുതലെടുക്കാത്ത അധികൃതർ തന്നെയല്ലേ ഇവിടെ കുറ്റക്കാർ? തീർച്ചയായിട്ടും ദിവിഷ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഒരു 23 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതിനിടയിൽ UDF പ്രവർത്തകർ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധവുമായി കുത്തിയിരുന്ന് സമരം ചെയ്തിരുന്നു. പ്രധാനമായും അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉടൻ തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ ചില അനിശ്ചിതത്വം ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. കാരണം വനത്തിനകത്ത് വെച്ചിട്ടാണ്, കൂപ്പാണെങ്കിൽ പോലും വനത്തിനകത്ത് വെച്ചിട്ടാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഈ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ വന നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് സംശയം നിലനിന്നിരുന്നത്. പിന്നീട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുകയും ദുരന്ത നിവാരണ നിയമപ്രകാരം 10 ലക്ഷം രൂപ ഉടൻ അനുവദിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ LDF-ൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകർ തമ്മിൽ ഉണ്ടായത്. മോർച്ചറിക്ക് മുന്നിൽ ഇരുവിഭാഗം പ്രവർത്തകരും പരസ്പരം ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സബ് കളക്ടർ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഈ നഷ്ടപരിഹാരം നൽകുന്നതും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും പരസ്പരം പോർവിളിച്ചുകൊണ്ടല്ല, എന്തായാലും നാട്ടുകാരുടെ മനുഷ്യന്റെ ജീവന്റെ സുരക്ഷിതത്വമാണ് ഉറപ്പാക്കേണ്ടത്. അത് വനവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, അതിന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നതാണ്. 21 വയസ്സായ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിൻ്റെ ആ നാടിൻ്റെയൊക്കെ സങ്കടം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഒട്ടേറെ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം.